ഈ വിഷുക്കാലത്ത് ഞങ്ങൾ കുടുംബസമേതം ഒരു കൊച്ചു യാത്ര പോയി. മൂകാംബിക ക്ഷേത്രമായിരുന്നു ലക്ഷ്യം. ആ കൂട്ടത്തിൽ ഉടുപ്പി വഴി മുരുദേശ്വരം കൂടി ഒന്ന് പോയി. യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഉടുപ്പിയിലേക്കാണ് പോയത്. തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം രാജധാനി എക്സ്പ്രസ്സിൽ കയറി രാവിലെ ഒരു 6-6:30 ആയപ്പോഴേക്കും ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഉടുപ്പി എന്ന വാക്കിനോട് ചേർന്ന് കൃഷ്ണന് പണ്ടേ അങ്ങ് ചേർന്ന് പോയതാണെന്ന് തോന്നുന്നു. അമ്പലത്തിൽ പോകാൻ ഉദ്ദേശമില്ലാത്ത ആൾക്കാരാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ കൃഷ്ണനെ കണ്ടിട്ട് പോയാൽ മതി എന്ന് കരുതിയെന്തോ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കൃഷ്ണൻ്റെ ഒരു പ്രതിമയുണ്ട്. ഉടുപ്പി എക്സ്പ്ലോറേഷൻ ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. മുരുദേശ്വറിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാനും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്നേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇവിടം വരെ വന്നിട്ട് കൃഷ്ണനെ കാണാണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് അമ്മമാർക്കൊരു സങ്കടം. അതുകൊണ്ട് ഞങ്ങൾ ആ ടെമ്പിൾ കോംപ്ലക്സിലേക്കൊന്ന് കടന്നു. ഒരുപാട് നടന്നു കാണാനുള്ള സംഗതികളുണ്ട് ആ കോംപ്ലക്സിൽ. പക്ഷേ നമുക്ക് സമയം വളരെ കുറവായിരുന്നുകൊണ്ടും ദർശനത്തിനായിട്ടുള്ള ക്യൂ നല്ല നീണ്ടതായിരുന്നതുകൊണ്ടും പെട്ടെന്ന് ഓടിപ്പോയി കൃഷ്ണനെ എത്തി നോക്കി മിത്രസമാജത്തിൽ നിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഉടുപ്പിയോട് യാത്ര പറഞ്ഞു. മുരുദേശ്വറിലേക്ക് പോകും വഴി അനേഗുഡ ഗണപതി ക്ഷേത്രത്തിലും കൂടി ഒന്ന് കയറി. ഇവിടങ്ങളിലൊക്കെ അമ്പലം ഉച്ച 1-1:30 ആയിട്ടേ അടയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് ദർശനം എപ്പോഴും സാധ്യമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പകുതി പേരും ഭക്തശിരോമണികളൊന്നും അല്ല കേട്ടോ. പക്ഷേ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കഥകളും ആ പ്രദേശത്തിൻ്റെ സവിശേഷതകളും ഒക്കെ യാത്രയിൽ താല്പര്യമുണ്ടാക്കിയ കാര്യങ്ങളാണ്. കുംഭാസുരനും ഗണപതിയുമായി ബന്ധപ്പെട്ട കഥകളാണ് ഈ ക്ഷേത്രത്തിന് പറയാനുണ്ടായിരുന്നത്. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുരുദേശ്വരം എത്തിയപ്പോഴേക്കും 2-2:30 ആയി. 1 മണി തൊട്ട് 3 മണി വരെ അമ്പലം അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പറ്റി അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ്. ഒരു വലിയ ക്ഷേത്ര കോംപ്ലക്സാണ് മുരുദേശ്വറിലേതു. കണ്ടൂകഗിരി എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യപ്പെടുന്നത്. 3 വശവും അറബിക്കടലാണ്. അപ്പോൾ കടലിനോട് ചേർന്നിട്ട് ആ ശിവൻ്റെ പ്രതിമയും ഒക്കെ കൂടി ഒരു ഭയങ്കര നല്ല വ്യൂ ആണ് നമുക്ക് തരുന്നത്. ഏതാണ്ട് 123 അടി പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ശിവൻ്റെ പ്രതിമയും അതിനോട് ചേർന്ന് 20 നിലകളായിട്ടുള്ള ഒരു രാജഗോപുരവുമാണ് ഈ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. ആർ.എൻ. ഷെട്ടി എന്ന വ്യവസായ പ്രമുഖൻ്റെ പ്രതിമയാണിത്. ഇദ്ദേഹമാണ് മുരുദേശ്വർ ക്ഷേത്ര കോംപ്ലക്സിൻ്റെ ഇന്നത്തെ വളർച്ചയ്ക്കും സൃഷ്ടിക്കും ഒക്കെ പിന്നിലുള്ളത്. മുരുദേശ്വറിലെ ശിവപ്രതിമ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ശിവപ്രതിമയാണെന്നാണ് പറയപ്പെടുന്നത്. 1ാമത്തേത് കൈലാസത്തിലാണത്രേ. ആ രാജഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ലിഫ്റ്റ് സർവീസ് ഉണ്ട്. 20 രൂപ കൊടുത്താൽ മതി ഒരാൾക്ക്. 18ാമത്തെ നിലയിൽ നിന്ന് നമുക്ക് ആ താഴത്തെ സീനിക് ബ്യൂട്ടി വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാം. കടലും അമ്പലവും കൂടെ ചേരുന്ന മനോഹരമായ ദൃശ്യം. 4 ഭാഗത്തെ ജനലുകളിൽ നിന്ന് 4 തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഫോട്ടോ ഒക്കെ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ശിവൻ്റെ പ്രതിമയിൽ പെയിൻ്റ് അടിക്കുകയോ മറ്റോ ആണ്, എന്തോ കൺസ്ട്രക്ഷൻ പരിപാടി ഉണ്ട്. അതുകൊണ്ട് ആ കമ്പി ചിലർ അലോസരം ഉണ്ടാക്കുന്നു എന്ന് പറയാതെ വയ്യ. വളരെ വിശാലമായിട്ട് നീണ്ടു കിടക്കുന്ന ഭംഗിയുള്ള ബീച്ചാണ് മുരുദേശ്വറിലേത്. ഇവിടെ ഒരുപാട് വാട്ടർ സ്പോർട്ടിങ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് അമ്പലവും ഗോപുരമൊക്കെ കാണുന്നതിനെക്കാട്ടിലും ബീച്ചിൽ കളിക്കാനായിരുന്നു താല്പര്യം. അവധിക്കാലവും വാരാന്ത്യവും ഒക്കെ പ്രമാണിച്ചിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് വണ്ടികളും ആൾക്കാരും ഒക്കെ ആയിരുന്നു മുരുദേശ്വറിൽ. ഇനി നമുക്ക് കുറച്ച് മെത്തോളജിയിലേക്ക് കടന്നാലോ. ശിവൻ്റെ വലിയ പ്രതിമയ്ക്ക് താഴെയായിട്ട് പാസ് വെച്ചിട്ട് പ്രവേശനം കൊടുക്കുന്നൊരു വലിയ ഗുഹയുണ്ട്. ആ ഗുഹയുടെ ഉള്ളിൽ മുരുദേശ്വരം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം വിശദീകരിക്കുന്ന കഥകൾ പ്രതിമകളായി കാണിച്ചിട്ടുണ്ട്. അതിമനോഹരമാണ്. എന്താണ് ആ കഥയെന്ന് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ആൾക്കാരുടെ തിക്കും തിരക്കും ബഹളവും കാരണം അത് നമുക്ക് വിശദമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾക്കായിട്ട് ആ കഥ പറയാം. ലങ്കാധിപനായ രാവണനാണ് നമ്മുടെ കഥയിലെ താരം. രാവണൻ്റെ ചെറുപ്പകാലത്ത് അമ്മയായ കൈകസി കളിമണ്ണ് കൊണ്ട് ശിവൻ്റെ പ്രതിമയുണ്ടാക്കി പൂജിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. രാവണൻ പറഞ്ഞു, അമ്മ ഈ ലിംഗത്തിനെ പൂജിക്കുന്നത് നിർത്തൂ. ശിവനെ തന്നെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ലങ്കയിലേക്ക് കൊണ്ടുവരാം. ശിവനെ ലങ്കയിലേക്ക് കൊണ്ടുവരാനായി രാവണൻ കഠിനമായ തപസ് തുടങ്ങി. രാവണൻ്റെ തപസ് കണ്ട് പേടിച്ചിട്ട് നാരദൻ വിഷ്ണുവിനോട് പോയി പറഞ്ഞു, ഇയാളിങ്ങനെ തപസ് തുടങ്ങി ശിവൻ കാര്യം സാധിച്ചു കൊടുത്താൽ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ അവതാളത്തിലാകും. മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ രാവണൻ്റെ അടുത്ത് എത്ര കഷ്ടപ്പെട്ട് തപസ് ചെയ്തിട്ടും ശിവൻ എത്തിയില്ല. ഒടുവിൽ ദേഷ്യം വന്ന് കൈലാസം തന്നെ ഇളക്കിയെടുത്ത് ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി രാവണൻ. അപ്പോൾ ശിവനും പാർവതിയും കൂടി പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ആത്മലിംഗത്തിനെ വരമായി ചോദിക്കുന്നതിന് പകരം പാർവതിയെയാണ് രാവണൻ ചോദിച്ചത്. മഹാവിഷ്ണുവിൻ്റെ ഒരു കളിയായിരുന്നു അത്. ശിവൻ ഒട്ടും വൈകിയില്ല, പാർവതിയെ രാവണൻ്റെ കൂടെ വിട്ടു.
വഴിയിൽ വെച്ച് രാവണനെ നാരദൻ കണ്ടു. നാരദൻ കളിയാക്കി, ഇതെന്താ നീ കൂടെ വന്നിരിക്കുന്ന ആരാന്ന് നോക്കിക്കേ, പാർവതിയല്ല ഭദ്രകാളിയാണ്. രാവണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഭദ്രകാളിയെ. എവിടെയാണ് പാർവതി? പാതാളത്തിലാണെന്നുള്ള നാരദൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് പാവം രാവണൻ പാതാളത്തിലെത്തി. അവിടെ മണ്ഡോദരിയെ കണ്ട് പാർവതിയാണെന്ന് ധരിച്ച് വിവാഹം ചെയ്ത് ലങ്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. താൻ എന്തിനാണ് പോയതെന്നും എവിടെയാണ് എത്തിയെന്നുള്ള കാര്യമൊക്കെ പാവം മറന്നുപോയി വിഷ്ണുവിൻ്റെ കളി കാരണം. ലങ്കയിലെത്തിയപ്പോൾ മണ്ഡോദരിയെ സന്തോഷത്തോടുകൂടി അമ്മ സ്വീകരിച്ചു. പക്ഷേ പോയ കാര്യം എന്തായെന്ന് ചോദിച്ചപ്പോഴാണ് രാവണന് ബോധം വന്നത്. എല്ലാവരും കൂടെ പറ്റുകയായിരുന്നു മനസ്സിലാക്കി രാവണൻ വീണ്ടും കഠിനമായ തപസ്സിലേക്ക് കടന്നു. മുമ്പത്തേതിലും കഠിനമായിരുന്നു ഇത്തവണ രാവണൻ്റെ തപസ്. തൻ്റെ ശിരസ്സും കൈകാലുകളും ഒക്കെ മുറിച്ച് ശിവനെ പ്രത്യക്ഷപ്പെടുത്താനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഒടുവിൽ ഈ തപസ്സിൻ്റെ തീവ്രത കണ്ട് ശിവൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്തു. തനിക്ക് രാവണനോടൊപ്പം ലങ്കയിലേക്ക് വരാൻ കഴിയില്ലെന്നും പകരം തൻ്റെ ആത്മാംശമായ ആത്മലിംഗം രാവണന് തന്നുവിടാമെന്നും അത് ലങ്കയിലെത്തും വരെ നിലത്തു തൊടാൻ പാടില്ലെന്നും ശിവൻ അറിയിച്ചു. രാവണന് വളരെ സന്തോഷമായി. കൈലാസത്തിൽ നിന്നും ആത്മലിംഗവുമായി രാവണൻ ലങ്കയിലേക്ക് യാത്രയായി. രാവണന് എല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുണ്ട്. എവിടെയായാലും അദ്ദേഹം അത് മുടക്കുകയില്ല. ഈ വിവരം അറിയാവുന്ന നാരദൻ ഗണപതിയുമായി ചേർന്ന് രാവണനെ കൊടുക്കാനുള്ളൊരു പദ്ധതിയിട്ടു. ഗണപതി ഒരു ഇടയബാലൻ്റെ വേഷത്തിൽ രാവണനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഗോകർണത്തിലെത്തിയപ്പോൾ വിഷ്ണുവിൻ്റെ സഹായത്തോടുകൂടി ഗണപതി ഒരു സന്ധ്യ ആയ പ്രതീതി ജനിപ്പിച്ചു. രാത്രിയാൻ പോകുന്നുവെന്നും തൻ്റെ സന്ധ്യാവന്ദനത്തിലുള്ള സമയമാണെന്ന് മനസ്സിലായ രാവണൻ എങ്ങനെയാണ് ഈ ആത്മലിംഗത്തിനെ തറയിലല്ലാണ്ട് എവിടെയെങ്കിലും ഒന്ന് ഏൽപ്പിക്കുക എന്ന് സങ്കോചിച്ച് നിൽക്കുമ്പോഴാണ് ഇടയബാലനായ ഗണപതിയുടെ വരവ്. ഗണപതി സന്തോഷത്തോടുകൂടി ആത്മലിംഗം കയ്യിൽ പിടിക്കാമെന്നും വേഗം പൂജ കഴിഞ്ഞ് വരണമെന്നും പറഞ്ഞു. പൂജ കഴിഞ്ഞ് 1, 2, 3 തവണ വിളിച്ചിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ താൻ ഇത് നിലത്ത് വെക്കുമെന്നും പറഞ്ഞിരുന്നു. രാവണൻ ഗണപതിയെ ആത്മലിംഗത്തിനെ ഏൽപ്പിച്ച് പൂജയ്ക്കായിപ്പോയി. പൂജയ്ക്കായി കടലിൽ ഇറങ്ങിയതും ഗണപതി 1, 2, 3 വിളിച്ച് അപ്പോൾ തന്നെ ആത്മലിംഗം ആ നദിക്കരയിൽ, ആ കടൽക്കരയിൽ വെച്ചു. രാവണൻ പേടിച്ചോടി വന്നു. രാവണൻ വെപ്രാളപ്പെട്ടോടി വന്നപ്പോഴേക്കും ആത്മലിംഗം ഗണപതി താഴെ വെച്ചിരുന്നു. രാവണൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ലിംഗത്തിനെ ഉയർത്താൻ നോക്കി. പക്ഷേ 20 കൈകളും കൊണ്ട് പിടിച്ചിട്ടും അത് അനക്കാനേ ആയില്ല. രാവണന് വാശിയായി. രാവണൻ തൻ്റെ ബലം മുഴുവൻ പ്രയോഗിച്ചു. ലിംഗം അവിടെ എവിടെയായി പൊടിഞ്ഞിളകാൻ തുടങ്ങി. രാവണൻ്റെ ശക്തിയിൽ ലിംഗത്തിൻ്റെ പല ഭാഗങ്ങളും പല സ്ഥലങ്ങളിലേക്കും തെറിച്ചു വീണു. ഗണപതിയാണ് ഇതിനെല്ലാം കാരണമെന്ന് മനസ്സിലാക്കിയ രാവണൻ ഗണപതി ഉപദ്രവിക്കാനായി ആഞ്ഞപ്പോഴേക്കും ഗണപതി തൻ്റെ തൽസ്വരൂപത്തിലായി ശിവനും പാർവതിയും അവിടെ എത്തുകയും ചെയ്തു. രാവണനെ സമാധാനിപ്പിച്ച് ലങ്കയിലേക്ക് മടക്കി. ആത്മലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലമാണ് ഗോകർണം. അവിടെയാണ് പ്രസിദ്ധമായൊരു ശിവക്ഷേത്രമുള്ളത്. മറ്റു പല ഭാഗങ്ങളിൽ പലയിടങ്ങളിലായി വീണിടത്തെല്ലാം പുതിയ പുതിയ ശിവക്ഷേത്രങ്ങളുണ്ടായി. മുരുദേശ്വർ കൂടാതെ ആത്മലിംഗത്തിൻ്റെ ഭാഗങ്ങൾ തെറിച്ചു വീണ മറ്റ് സ്ഥലങ്ങളാണ് സജ്ജേശ്വർ, ഗുണേശ്വർ, ധാരേശ്വർ എന്നിവ. അപ്പോൾ ഇതാണ് മുരുദേശ്വര അമ്പലം ഉണ്ടായതിൻ്റെ കഥ. രാവണൻ്റെ പ്രതാപത്തിൻ്റെയും ഭക്തിയുടെയും കഥ. അപ്പോൾ മുരുദേശ്വറിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം ബീച്ചിലൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ മൂകാംബികയിലേക്ക് യാത്രയായി. മൂകാംബികയിലെ കാഴ്ചകളും കുടജാദ്രയിലേക്കുള്ള ട്രെക്കിംഗ് വീഡിയോയുമൊക്കെ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. എല്ലാവർക്കും നന്ദി.